പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ റെഫർ ചെയ്യേണ്ടത് തൊട്ട് മുമ്പ് നടന്ന വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ മൈൻഡ് സെറ്റ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യനും ആണ് നമ്മുടെ റെഫറൻസ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ AMVയുടെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷ. അപ്പൊ പരീക്ഷ നടന്നത് 26/5/2023 ക്വസ്റ്റ്യൻ കോഡ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ കോഡ് 45/2023 ആയിരുന്നു. നമ്മളിപ്പോ എടുത്തേക്കുന്ന ആൽഫ കോഡ് A ആണ്. ഓക്കെ, അപ്പൊ PSCയുടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ കോഡ് A ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മളിപ്പോ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പാർട്ടാണ്. മെക്കാനിക്കലിലെ 40 ക്വസ്റ്റ്യൻസും ഓട്ടോമൊബൈലിലെ 40 ക്വസ്റ്റ്യൻസും പിന്നെ സ്പെഷ്യൽ ടോപ്പിക് 20 ക്വസ്റ്റ്യൻ, അങ്ങനെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മെക്കാനിക്കലിലെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂ ടു. അപ്പൊ ഈ ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വിസ്കോസിറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിന്റെ കേസിൽ വിസ്കോസിറ്റി കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിന്റെ കേസിൽ എന്ത് ചെയ്യും? വിസ്കോസിറ്റി കൂടും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ലിക്വിഡിന്റെ കേസിൽ കൂടുതലും വിസ്കോസിറ്റിക്ക് പ്രാധാന്യമുള്ളത് കൊഹഷൻ ആണ്, ഇന്റർമോളിക്കുലാർ കൊഹഷൻ. അതുകൊണ്ടാണ് ലിക്വിഡിന്റെ കേസിൽ എന്തുകൊണ്ടാവുന്നത്? വിസ്കോസിറ്റി. ഇപ്പൊ വിസ്കോസിറ്റി കൂടുതലായിട്ടുള്ള ഒരു ലിക്വിഡ് ആണെങ്കിൽ അതിന് വിസ്കോസിറ്റി കൂടുതലായിട്ടുള്ള കാര്യം എന്താ? അതിന്റെ ഇന്റർമോളിക്കുലാർ കൊഹഷൻ. അത് കൂടാതെ എന്തുകൊണ്ട്? മോളിക്കുലാർ മൊമെന്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. എന്നാലും ലിക്വിഡിന്റെ കേസിൽ ഏതിനാണ് കൂടുതൽ റോള്? അതിന്റെ ഇന്റർമോളിക്കുലാർ കൊഹഷൻ. ഓക്കെ, അപ്പൊ ഗ്യാസിന്റെ കേസിലാണെങ്കിലോ ഇന്റർമോളിക്കുലാർ, നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അടുപ്പിച്ചല്ല, കുറച്ച് അകലെ ആയിരിക്കും അല്ലെ. അപ്പൊ ഗ്യാസിന്റെ കേസിൽ ഈ കൊഹഷൻ കുറവുമായിരിക്കും, അതിനകത്ത് മോളിക്കുലാർ മൊമെന്റ് എക്സ്ചേഞ്ച് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു വിസ്കോസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പം ലിക്വിഡിന്റെ കേസിൽ ചൂടായി കഴിഞ്ഞാൽ അല്ലെ ഹീറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിസ്കോസിറ്റി കുറയും. ഗ്യാസിന്റെ കേസിൽ വിസ്കോസിറ്റി കൂടും. അപ്പൊ എന്തുകൊണ്ട്? നമുക്കറിയാവുന്ന കാര്യം എന്താണ്? വിസ്കസ് ഫോഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കൊഹസീവ് ഫോഴ്സ് കൊണ്ടും അതേപോലെ തന്നെ മൊമെന്റം ട്രാൻസ്ഫർ കൊണ്ടുമാണ് അല്ലെ. ഇന്റർമോളിക്കുലർ ആയിട്ടുള്ള മൊമെന്റം ട്രാൻസ്ഫർ കൊണ്ടാണ് അല്ലെ, ഇന്റർമോളിക്കുലർ മൊമെന്റം എക്സ്ചേഞ്ച് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിക്വിഡിന്റെ കേസിൽ പ്രീഡോമിനേറ്റ് ചെയ്യുന്ന എന്താണ്? മോളിക്കുലാർ ഇന്റർമോളിക്കുലാർ കൊഹഷൻ ആണ് അല്ലെ. മോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച് അവിടെ കുറവാണ്. എന്നാൽ ഗ്യാസിന്റെ കേസിലോ ഇന്റർമോളിക്കുലാർ കൊഹഷൻ കുറവും എന്താണ്? മോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച് ആണ് കൂടുതൽ അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? ലിക്വിഡിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ ചെയ്യുന്നത്? നമ്മുടെ കൊഹസീവ് ഫോഴ്സ് കുറയും അല്ലെ. കൊഹസീവ് ഫോഴ്സ് കുറയും. അപ്പൊ എന്തായാലും ലിക്വിഡിന്റെ കേസിൽ എന്ത് ചെയ്യും? വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഹീറ്റ് കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ഗ്യാസിന്റെ കേസിലാണെങ്കിലോ, ഗ്യാസിന്റെ കേസിൽ നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇന്റർമോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച് കൂടും അല്ലെ. അപ്പൊ അത് കൂടുന്നതുകൊണ്ട് ഗ്യാസിന്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടിയ വിസ്കോസിറ്റി കൂടും. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ ഉള്ളത്. അതായത് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ വിസ്കോസിറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. വിസ്കോസിറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും വിസ്കോസിറ്റി അറിയാത്തവർക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് സിംപ്ലി ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലെ. ഫ്ലൂയിഡിന് ഒഴുകാനുള്ള റെസിസ്റ്റൻസ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതിന് ഒഴുകാനുള്ള റെസിസ്റ്റൻസ് ആണ് എന്തോന്ന്? വിസ്കോസിറ്റി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒഴുകാനുള്ള റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ വിസ്കോസിറ്റി കൂടുതലാണെന്ന് പറയാം. അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ലിക്വിഡിന്റെ കേസ് ഇത്തിരി ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒഴുകാനുള്ള റെസിസ്റ്റൻസ് കുറയും, വിസ്കോസിറ്റി കുറയും. എന്തുകൊണ്ടാ? ചൂടാക്കുമ്പോൾ അതിന്റെ മോളിക്കുലാർ കൊഹഷൻ എന്ത് ചെയ്യും? കുറയും. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ക്ലിയർ ആയല്ലോ? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
നോക്കിയേ, ഇൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ദ ഷിയർ സ്ട്രെസ് ഈസ്, ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡീഫോർമേഷൻ റേറ്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്? എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇപ്പൊ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തായിരുന്നു? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ടോ ഈസ് പ്രപ്പോർഷണൽ ടു മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്നാണ്. ഡോ യു ബൈ ഡോ വൈ. ഇത് ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെ എന്തോന്ന് പറയും? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഷിയർ സ്ട്രെസ് ആണ്. ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാലോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെ? മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്നൊക്കെ പറയും. ദെൻ ഈ ഡി യു ബൈ ഡി വൈ പറയുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഓർ അതിന്റെ വേറൊരു പേരാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കിയേ ഓപ്ഷനകത്തോട്ട്. ഏതായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്? ഏതായിരിക്കും ഓപ്ഷനിൽ വരുന്നത്? ഓപ്ഷൻ വായിക്കുക. എന്താണ്? ഇതാണോ? എ ആണോ? പിന്നെ എന്താണ്? ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ അടുത്തത് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്. ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അതായത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്താണ്, ഫയർ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം? ഫയർ പോയിന്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ്. ശരിയാണോ? ആലോചിച്ച് നോക്കുക. ദെൻ ഫയർ പോയിന്റ് ഈസ് ലോവർ ദാൻ ഫ്ലാഷ് പോയിന്റ്. Then there is no relation between fire point and flash point. Then sometimes fire point is higher and sometimes is flash point. ഓക്കെ, അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്, പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞാലും മതി. എന്താണ് ഫ്ലാഷ് പോയിന്റ്? ദ ഫ്ലാഷ് പോയിന്റ് ഈസ് ദ ലോവസ്റ്റ് temperature at which a liquid can form enough vapor to ignite when exposed to an open flame or spark. ഡെഫിനിഷൻ കേട്ട് പേടിക്കണ്ട, മനസ്സിലാവും. ഫയർ പോയിന്റ് എന്താണ്? the fire point is the temperature at which a liquid not only ignite but continues to burn for a specified period, usually in 5 seconds or more. അപ്പൊ എന്താണ് ഫ്ലാഷ് പോയിന്റ്, എന്താണ് ഫയർ പോയിന്റ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ എൻ്റെ കയ്യിൽ ഒരു ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ലിക്വിഡിന്റെ മേളിൽ ഞാൻ ഒരു ഹീറ്റ് സോഴ്സിനെ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയർ കൊണ്ടുവയ്ക്കാൻ പോവാം. അപ്പൊ ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ നേരത്തെ ആദ്യം എന്ത് ചെയ്യുക? അതിന്റെ ടെമ്പറേച്ചർ കൂടി വരും അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂടി വന്നിട്ട് ഏത് പോയിന്റ് വരുമ്പോഴാണോ അത് ഇഗ്നൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്നത്, ആ പോയിന്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫയർ മാറ്റി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യത്തില്ല. അപ്പൊ ഏത് പോയിന്റിലാണോ ഇഗ്നീഷൻ സ്റ്റാർട്ട് ആവുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡിന്റെ മേളിൽ ഒരു ഫയർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടെമ്പറേച്ചർ കൂടി, ഫയർ ഉണ്ടെന്ന് അങ്ങനെ വെക്കുമ്പോൾ അടുത്ത് വെക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടി ഏതോ ഒരു ടെമ്പറേച്ചർ വരുമ്പോൾ അത് ഇഗ്നൈറ്റ് ആകാൻ തുടങ്ങും, അല്ലെ ജസ്റ്റ് ഫ്ലാഷ് ആകാൻ തുടങ്ങും. ആ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലാഷ് പോയിന്റ്. അവിടുന്ന് ഞാൻ ഈ ഫയർ സോഴ്സ് മാറ്റി കഴിഞ്ഞാൽ അത് കത്തത്തില്ല, ജസ്റ്റ് ഒന്ന് ഇഗ്നൈറ്റ് ആയി വരത്തേ ഉള്ളൂ. അതാണ് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യും അല്ലെ? അതുകൊണ്ടാണ് അതിനെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാലോ ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. ഏത് ടെമ്പറേച്ചർ വരുമ്പോഴാണോ എന്ത് ചെയ്യുന്നത്?
ഇഗ്നീഷ്യൻ തുടങ്ങി അത് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്, അതായത് ബേണിങ്. അപ്പൊ ഞാൻ ആ ഹീറ്റ് സോഴ്സ് എടുത്ത് മാറ്റിയാലും എന്ത് ചെയ്യും, ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്തു, ബേണിങ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ് എങ്കിലും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ ആ പോയിന്റിനെയാണ് എന്തോന്ന് പറയുന്നത്, ഫയർ പോയിന്റ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്, ഫ്ലാഷ് പോയിന്റിനെക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും എന്തോന്ന്, ഫയർ പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഏത് ടെമ്പറേച്ചർ വരുമ്പോഴാണോ ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടുന്ന് നമ്മുടെ ഈ സോഴ്സ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യത്തില്ല. പക്ഷെ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാലോ, ഞാൻ ഈ സോഴ്സിനെ എടുത്ത് വെച്ചു, ഏതോ ഒരു പോയിന്റ് വന്നപ്പോൾ ഇഗ്നീഷൻ തുടങ്ങി, ബേൺ ചെയ്ത് തുടങ്ങി, ഞാൻ എന്ത് ചെയ്തു, ഈ സോഴ്സിനെ എടുത്ത് മാറ്റിയാലും അത് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യും. ഓക്കെ, അപ്പോ ഫ്ലാഷ് പോയിന്റിനെക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ ഫയർ പോയിന്റ്. ക്ലിയർ ആയോ? അപ്പൊ എല്ലാം എന്താണ്, ദ മിനിമം ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചർ വരുമ്പോഴാണ് ഇത് തുടങ്ങുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കി. ഫയർ പോയിന്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ്, കറക്റ്റ് അല്ലേ? ഓക്കെ, ബാക്കിയൊക്കെ നോക്കി. രണ്ടാമത്തെ ഓപ്ഷൻ ബി തെറ്റാണ്, സി തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എ ആണ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ ആണ്. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4. In a centrifugal pump, the liquid enters the pump. സെൻട്രിഫ്യൂഗൽ പമ്പിൽ ലിക്വിഡ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പാണ് അല്ലെ. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് ലിക്വിഡ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? നമ്മൾ മോട്ടോർ ഓൺ ആക്കുന്നു. അപ്പൊ മോട്ടോർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കയറുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഐ എന്ന് പറയുന്ന ഭാഗത്താണ് അല്ലെ, സെന്റർ എന്ന് പറയുന്ന ഭാഗം അല്ലെ. സെന്റർ എന്ന് പറയുന്ന ഭാഗത്ത് ഐ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അല്ലെ. ഐയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പൈപ്പ് വഴി നേരെ സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് കയറുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇതിനകത്ത് ഓപ്ഷൻ എല്ലാം ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് നേരെ ഡയറക്ട്ലി സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് എവിടെ എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഐ കൊടുക്കുക, അല്ലെ സെന്റർ ഉണ്ടെങ്കിൽ സെന്റർ കൊടുക്കുക. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതപ്പോ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ നേരെ ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിച്ചു. 2D ആയതുകൊണ്ട് ആണ് അത് കാണിക്കാൻ പറ്റത്. ഇങ്ങനെ ഒരു പൈപ്പ് താഴോട്ട്, അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് നേരെ എങ്ങോട്ടാണ് കയറുന്നത്, സെൻട്രലാണ് അല്ലെ. എവിടെയാണ്? ഐയിലോട്ടാണ്. എന്നിട്ടാണ് അതിങ്ങനെ കറങ്ങി അതിന് കൈനറ്റിക് എനർജി ഒക്കെ കിട്ടി അത് ഡിസ്ചാർജ് ആകുന്നത്. ഓക്കെ ആണേ. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതുണ്ടായിരുന്നു? ഓപ്ഷൻ എ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു? ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. സ്പേസിനെ വെച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വെലോസിറ്റി സ്പേസുമായിട്ട് ഇൻഡിപെൻഡന്റ് ആകുന്നത് അല്ലെ, അങ്ങനെയല്ലേ? ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി ഓഫ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് അല്ലെ. എന്താണ് വെലോസിറ്റി, എന്താണ് വിത്ത് റെസ്പെക്ട് ടു സ്പേസിൽ ചേഞ്ച് ആകാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് യൂണിഫോം ഫ്ലോ, കംപ്രസിബിൾ ഫ്ലോ, സ്റ്റഡി ഫ്ലോ, റൊട്ടേഷണൽ ഫ്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഈ ടൈപ്പ് ഓഫ് ഫ്ലോയിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് യൂണിഫോം ഫ്ലോ? യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. സ്പേസ് അതായത് ഞാൻ ഇവിടെ നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ ഈ സ്ഥലത്തെടുത്തു, ഒരു പർട്ടിക്കുലർ ടൈം ഈ സ്ഥലത്തെ വെലോസിറ്റിയോ എടുത്തു നോക്കി. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ടൈമിൽ അടുത്ത ഒരു സ്ഥലത്തെ വെലോസിറ്റി എടുത്ത് നോക്കി അല്ലെ. അപ്പൊ ഇവിടെ സ്പേസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല എങ്കിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ സ്പേസ് അനുസരിച്ചിട്ട് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല എങ്കിൽ അതിനെ എന്തോന്ന് പറയാം? ആ ഫ്ലോയെ എന്തോന്ന് പറയാം? യൂണിഫോം ഫ്ലോ. അത് ചേഞ്ച് ആവുന്നുണ്ടെങ്കിലോ അതിനെ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയാം. ഓക്കെ ആണ്. അപ്പൊ അവിടുന്ന് തന്നെ നമ്മുടെ ആൻസേഴ്സ് കിട്ടി. ദെൻ അടുത്ത ടൈപ്പ് ഫ്ലോസ് നമുക്ക് നോക്കാം. കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. എന്താണ് കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഫ്ലൂയിഡിന്റെ
എന്തോന്ന് ഡെൻസിറ്റി എന്ന് പറഞ്ഞ പാരാമീറ്റർ. ഡെൻസിറ്റി എന്ന പാരാമീറ്റർ എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ പോയിന്റ് ടു പോയിന്റ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എന്തോന്ന് പറയാം? കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. ഇനി ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഓരോ പോയിന്റിലും ചേഞ്ച് ആകുന്നില്ല. ഒരു പൈപ്പ് ഫ്ലോ എടുക്കുകയാണെങ്കിൽ ഇതൊരു പൈപ്പ് ആണെങ്കിൽ ഈ പോയിന്റിലെയും ഡെൻസിറ്റി മാറുന്നില്ല എങ്കിൽ അതിനെ എന്തോന്ന് പറയാം? ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. ദെൻ അടുത്തത് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി. ഈ സ്റ്റഡി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പം എന്താണ്? ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഇതൊന്നും വിത്ത് റെസ്പെക്ട് ടു ടൈം അനുസരിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ എന്താണ്? അതിനെ എന്തോന്ന് പറയാം? സ്റ്റഡി ഫ്ലോ. ടൈം അനുസരിച്ച് മാറുന്നുണ്ട് എങ്കിലോ അൺസ്റ്റഡി ഫ്ലോ. ദെൻ അടുത്തത് റൊട്ടേഷണൽ ഫ്ലോയും ഇറോട്ടേഷണൽ ഫ്ലോയും. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? എ ഫ്ലോ ഈസ് സെഡ് ടു ബി റൊട്ടേഷണൽ ഇഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വൈൽ മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ റൊട്ടേറ്റ് അബൌട്ട് ദെയർ മാസ് സെന്റർ. ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അത് ഒഴുകുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ സ്വന്തം മാസ് സെന്ററിൽ തന്നെ റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്തോന്ന് പറയാം? റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയാം. ഇനി അതിന്റെ ഓൺ മാസ് സെന്ററിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എങ്കിലോ അതിനെ ഇറോട്ടേഷണൽ ഫ്ലോ എന്ന് പറയാം. ഇനി നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ഓപ്ഷനിലോട്ട്. എന്താണ് നമ്മുടെ ഓപ്ഷനിൽ ചോദിച്ചേക്കുന്നത്? എന്താണ്? ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. ഞാൻ പറഞ്ഞു സ്പേസ് ആണെങ്കിൽ എന്താണ്? നമ്മൾ അവിടെ യൂണിഫോം നോൺ യൂണിഫോം എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ടൈം ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? ടൈം ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റഡി ഓർ അൺസ്റ്റഡി എന്ന് ഓർക്കുക. ദെൻ നമ്മുടെ ഡെൻസിറ്റി പോയിന്റ് പോയിന്റ് ചേഞ്ച് ആകുന്നില്ല എങ്കിൽ, സ്പേസ് വെച്ചിട്ട് ഡെൻസിറ്റി ചേഞ്ച് ആകുന്നില്ല എങ്കിൽ നമുക്ക് ഇൻകംപ്രസിബിൾ അല്ലെ, ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ കംപ്രസിബിൾ. ദെൻ സ്റ്റഡി മനസ്സിലായല്ലോ. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓൾറെഡി നടക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? അതിന്റെ ഓൺ മാസ് സെന്ററിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ടോന്നോ. അപ്പൊ ഈ ഓപ്ഷന് ഈ ക്വസ്റ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? അല്ലെ ഈ ക്വസ്റ്റിന്റെ യഥാർത്ഥ ആൻസർ ഏതാണ്? വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് എ വെഞ്ചുറി മീറ്റർ ഈസ് പ്രിഫേർഡ് ടു ആൻ ഒറിഫീസ് പ്ലേറ്റ് ബിക്കോസ്. എന്തുകൊണ്ടാണ് വെഞ്ചുറി മീറ്റർ ഒറിഫീസിനെക്കാളും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? എന്തായിരിക്കും കാര്യം? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെഞ്ചുറി മീറ്റർ ഒറിഫീസ് മീറ്റർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ട് പടം തന്നിരിക്കുകയാണ്. ഇത് വെഞ്ചുറി മീറ്റർ ആണ്, ഇത് ഒറിഫൈസ് മീറ്റർ ആണ്. ഇത് രണ്ടിന്റെ ഉപയോഗം എന്താണ്? രണ്ടും ഒരു ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ വെഞ്ചുറി മീറ്ററും ഒറിഫീസ് മീറ്ററും ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ വെഞ്ചുറി മീറ്റർ കണ്ടോ, ഇതിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു കൺവെർജന്റ് കോൺ ഉണ്ട്, ഒരു ത്രോട്ട് ഉണ്ട്, ഒരു ഡൈവേർജിങ് കോൺ ഉണ്ട് അല്ലെ. ഒറിഫീസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പൈപ്പിനകത്ത് വെറുതെ ഒരു പ്ലേറ്റിൽ ഒരു ഹോൾ ഇട്ടാൽ അതെന്താണ്? അതായത് ഒരു പ്ലേറ്റിൽ ഒരു ഹോൾ ഇട്ടിട്ട് പൈപ്പിന്റെ ഇടയ്ക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്തായി? ഒറിഫൈസ് മീറ്റർ ആയി. അപ്പൊ നമ്മള് കൺസ്ട്രക്ഷനും കോസ്റ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറിഫീസ് മീറ്റർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ വെഞ്ചുറി മീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ പൈപ്പിലായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ. അത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു കൺവെർജന്റ്, നമ്മൾ ആ പടത്തിൽ തന്നെ ഉണ്ട്. കൺവെർജന്റ് കോണും ഡൈവർജന്റ് കോണും ത്രോട്ടും എല്ലാം ഉണ്ട്. അത്യാവശ്യം വലിയ പൈപ്പിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അവിടെ പ്രഷർ ലോസും എനർജി ലോസും ഒക്കെ കുറവാണ്, പക്ഷെ അതിന്റെ കോസ്റ്റ് എന്താണ്? കൂടുതലാണ്. അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാലാ വെഞ്ചുറി മീറ്റർ എനർജി ലോസ് കുറവായതുകൊണ്ട് തന്നെ വെഞ്ചുറി മീറ്ററിൽ എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതലായിരിക്കും. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. അപ്പൊ നമ്മൾ തിയറട്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഡിസ്ചാർജിനടുത്ത് തന്നെ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടുന്നുണ്ട് എങ്കിലാ എന്തായിരിക്കും? അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മള് വെഞ്ചുറി മീറ്റർ ഒറിഫീസ് മീറ്ററും ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതിനായിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതൽ? വെഞ്ചുറി മീറ്ററിനായിരിക്കും. നമ്മുടെ വെഞ്ചുറി മീറ്ററിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് നിങ്ങളൊന്ന് നോക്കുക. 0.95 to 0.99 ആയിരിക്കും. എന്നാൽ ഒറിഫൈസിന്റെ നോക്കിയാലോ, ഒറിഫൈസ് മീറ്ററിന്റെ നോക്കിയാലോ 0.62 to 0.65 ഒക്കെ കാണുള്ളൂ.
അപ്പൊ എന്തായാലും അവിടുന്ന് നമുക്ക് മനസ്സിലായി അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്തായിരിക്കും, വെഞ്ചുറി മീറ്ററിന് കൂടുതലും ഓറിഫീസ് മീറ്ററിന് കുറവുമാണ്. ദെൻ ലോസസ് വെഞ്ചുറി മീറ്ററിന് കുറവും ഓറിഫീസ് മീറ്ററിന് കൂടുതലുമാണ് അല്ലെ. പിന്നെ എക്സ്പെൻസീവ് ഏതാണ്, വെഞ്ചുറി മീറ്റർ ആണ്. ഓറിഫീസ് മീറ്റർ കോസ്റ്റ് കുറവാണ് അല്ലെ. പിന്നെ സ്പേസ് കൂടുതൽ ഏതിനാ വേണ്ട, വെഞ്ചുറി മീറ്ററിനാ, കാര്യം കൺവെർജിങ് ഡൈവർജന്റ് കോണൊക്കെ ഉണ്ട് അല്ലെ. ദെൻ യൂസ്ഡ് ഇൻ ലാർജ് പൈപ്പ് ഏതാണ്, വെഞ്ചുറി മീറ്റർ, മറ്റേത് സ്മാൾ പൈപ്പിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഓപ്ഷനകത്തോട്ട് വന്നാൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ? ചീപ്പർ ആണ്, പക്ഷെ നമ്മൾ എന്തായിരിക്കും, ചീപ്പർ ആണോ? അല്ല. കാര്യം എന്താ, നമ്മളിപ്പോ വെഞ്ചുറി മീറ്ററാ ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ചീപ്പർ ആണോ? അല്ല. ഈസി ടു ഇൻസ്റ്റാൾ ആണോ? അല്ല. വെരി ഹൈ ലൈഫ്, രണ്ടിന്റെ ലൈഫിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ? എനർജി ലോസ് ഈസ് ലെസ് എന്നുള്ളതാണ്. വെഞ്ചുറി മീറ്റർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതലാണ് അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും, എനർജി ലോസ് ഈസ് ലെസ്. ഓക്കെ, പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ് അല്ലെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? Then അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് എ നോച്ച്. എന്താണ് ഹൈഡ്രോളിക് റേഡിയസ്? ഫ്ലോ ചെയ്യുന്ന ഒരു കാര്യത്തിനൊക്കെ നമ്മൾ പൈപ്പിനും നോച്ചിനും ഒക്കെ പറയാറുണ്ട് ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയും. ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്ററിനെയാണ് എന്തോന്ന് പറയുന്നത്, ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഏത് ഓപ്ഷൻ ആണ് വരുന്നത്, എ ആണോ? അല്ല, ബി ആണ് അല്ലെ, ഏരിയ ഡിവൈഡഡ് ബൈ ദ വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ അല്ലെ. സി എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ റെസിപ്രോക്കൽ പറഞ്ഞേക്കുന്നത് അല്ലെ, ഡി യു അല്ല, ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ദെൻ അടുത്തത് മിക്കവാറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ശേഷം വന്ന അടുത്ത പരീക്ഷയായിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനൊക്കെ ചോദിച്ചിട്ടുള്ള ഈ ടൈപ്പ് മിക്കവാറും ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, ദ യൂണിറ്റ് ഓഫ് ചെസീസ് കോൺസ്റ്റന്റ് സി ഇൻ ദ ചെസീസ് ഫോർമുല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ചെസീസ് ഫോർമുലയാണ്. ചെസീസ് ഫോർമുലയാണ് വി ഇസിക്കൽ ടു സി റൂട്ട് എം ഐ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പല ടെക്സ്റ്റ് ബുക്കിലും സി റൂട്ട് ആർ ഐ എന്ന് കൊടുക്കാറുണ്ട്. ഏതായാലും എന്താണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ആണ്. സി ആണ് ചെസീസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ്. ഹൈഡ്രോളിക് മീൻ റേഡിയസ്. ദെൻ ഐ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് എച്ച് എഫ് ബൈ എൽ ആണ്, അല്ലെങ്കിൽ അതിനെ പറയും സ്ലോപ്പ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പൈപ്പിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇതിന് യൂണിറ്റ് ഉണ്ടോ, ഇത് യൂണിറ്റ് ലെസ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു സി റൂട്ട് എമ്മിന് യൂണിറ്റ് ഉണ്ട്, ഹൈഡ്രോളിക് മീൻ റേഡിയസ്. റേഡിയസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ എടുക്കാം അല്ലെ. ഐക്ക് യൂണിറ്റ് ഉണ്ടോ, ഇല്ല. അപ്പൊ എന്തായിരിക്കും അവസ്ഥ, സി കണ്ടുപിടിക്കാൻ, സിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മീറ്റർ പെർ സെക്കൻഡ് ബൈ റൂട്ട് മീറ്റർ. അപ്പൊ എന്ത് വരും ആൻസർ, മീറ്റർ പെർ സെക്കൻഡ് ബൈ റൂട്ട് മീറ്റർ. അപ്പൊ എന്തായിട്ട് വരും യൂണിറ്റ്, സിയുടെ യൂണിറ്റ് എന്തായിട്ട് വരും, സിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ റൈസ് ടു 1/2 ബൈ സെക്കൻഡ്. ഓപ്ഷൻ നോക്കി, ഏതാണ് നമ്മുടെ ഓപ്ഷൻ, ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചില കേസിൽ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ. നമ്മൾ സാധാരണ എന്താണ് MLT അങ്ങനെയുള്ള ഇതിൽ കൊടുക്കുമല്ലോ, MLT. അങ്ങനെയാണെങ്കിൽ മീറ്റർ റൈസ് ടു
1/2 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? m ഇല്ല. അപ്പൊ എന്തായിരിക്കും? l⁻²1/2 t⁻⁻1. ഓർത്ത് വെക്കുക, ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ഈ പറഞ്ഞത്. യൂണിറ്റ് ആണ് ചോദിച്ചെങ്കിൽ m⁻⁻² പെർ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ ഇവിടെ എഴുതി കാണിച്ചു. Then അടുത്തത്, which of the following head laws is significant in a pipe law? നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കി. പൈപ്പ് ലോയിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോസ് ഏതാണ്? നമുക്കറിയാം പൈപ്പ് ലോസിന് മേജർ ലോസ് എന്ന് പറയും, മൈനർ ലോസ് ഉണ്ട് അല്ലെ. പൈപ്പ് ലോസിനകത്ത് എന്തൊക്കെയുണ്ട്? മേജർ ലോസ് ഉണ്ട്, മൈനർ ലോസ് ഉണ്ട് അല്ലെ. പൈപ്പില് മേജർ ആയിട്ട് ലോസ് ആവുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം മേജർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ദെൻ മൈനർ ലോസ് എന്ന് പറയുന്ന സാധനം എന്താണ്? പൈപ്പ് ഫിറ്റിങ്, അതേപോലെ തന്നെ പൈപ്പ് ബെൻഡ്, ദെൻ സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, അങ്ങനെ വരുന്ന ബാക്കിയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം എന്താണ്? മൈനർ ലോസ് ആണ്. അപ്പൊ ഏതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ്? നമ്മുടെ ഓപ്ഷനിൽ തന്നെ ബാക്കി എല്ലാം മൈനർ ലോസ് ആണ്. മേജർ ലോസ് ആയിട്ടുള്ള ഏതാണ്? ലോസ് ഡ്യൂ ടു എന്താണ്? ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ആൻസർ കിട്ടിയേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. മെക്കാനിക്കൽ പാർട്ടൊക്കെ വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് റിലേഷൻ ഈസ് ഇൻകറക്റ്റ്? പക്ഷെ ഇത് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാതിരിക്കായിരുന്നു. നോക്കിക്കഴിഞ്ഞാലാ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ്? പെൽട്ടൺ ടർബൈൻ ഇമ്പൾസ് ടർബൈൻ ആണ് അല്ലെ. പെൽട്ടൺ വീൽ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ടർബൈൻ ആണ്, അത് ഓക്കെ. ഫ്രാൻസിസ് ടർബൈൻ ഇമ്പൾസ് ടർബൈൻ ആണോ? അത് തെറ്റാണ് അല്ലെ, അത് തെറ്റാണ്. അവര് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി. ദെൻ കപ്ലാൻ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്, അതും ശരിയാണ്. ഇൻകറക്റ്റ് ആ ചോദിച്ചേക്കുന്നത്, ഇവിടെ നിന്ന് തന്നെ ആൻസർ ഉണ്ട്. ദെൻ ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്, ഓക്കെ, അതും ശരിയാണ്. അപ്പൊ ഏതാണോ ഓപ്ഷൻ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം മിക്കവാറും അവർ ഈ ഫ്ലോ, ആക്സിയൽ ഫ്ലോ, റേഡിയൽ ഫ്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ സെറ്റ് ചെയ്ത് വന്നപ്പോ ഇങ്ങനെയാണ് വന്നത്. ഇനിയിപ്പം 2 പ്രാവശ്യം ഫ്രാൻസിസ് ടർബൈൻ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇതിനകത്ത് ആൻസർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കളയേണ്ട കാര്യമില്ലായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇനി നിങ്ങൾ ഒരു കാര്യം, ഈ ടർബൈനെ പറ്റി പരാമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെൽട്ടൺ വീല് ഹെഡിന്റെ കേസിൽ പറഞ്ഞ ഹൈ ഹെഡ് ആണ് അല്ലെ. ഫ്രാൻസിസ് ടർബൈനോ മീഡിയം ഹെഡ് ആണ്. ദെൻ കപ്ലാൻ ടർബൈനോ ലോ ഹെഡ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി സ്പീഡിന്റെ സ്പെസിഫിക് സ്പീഡിന്റെ ടൈമിൽ പറഞ്ഞാലോ, പെൽട്ടൺ വീല് ലോ സ്പെസിഫിക് സ്പീഡ്, ഫ്രാൻസിസ് ടർബൈൻ മീഡിയം, ദെൻ കപ്ലാൻ ടർബൈൻ ഹൈ സ്പെസിഫിക് സ്പീഡ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. കാര്യം അതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ എനർജി ഓഫ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഗിവൺ ബൈ. തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ നമ്മൾ അവിടെ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എനർജി ഓഫ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എനർജിയും മാസും ഒക്കെ കൺസർവ്ഡ് ആണ് അല്ലെ. ആ ഒരു പേരിൽ തന്നെ നമുക്ക് അവിടുന്ന് നേരെ ഓപ്ഷനിൽ കുത്താം. ഏതാണ്? കൺസർവേഷൻ ഓഫ് എനർജി. ഏതിലാണ്? ഫസ്റ്റ് ലോ ആണ്. അവിടുന്ന് തന്നെ ആൻസർ കിട്ടും. എന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കാം. നമ്മള് ലോസ് പറയുമ്പോൾ 0th ലോ എന്തിനാണ്? 0th ലോ ഈസ് ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ മെഷർമെന്റ്. ഫസ്റ്റ് ലോയോ കൺസർവേഷൻ ഓഫ് എനർജി. ദെൻ സെക്കൻഡ് ലോയോ കൺവേർഷൻ ഓഫ് എനർജി. തെറ്റിപ്പോയത് ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് എനർജി, സെക്കൻഡ് ലോ കൺവേർഷൻ ഓഫ് എനർജി ആണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞപ്പോ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കെൽവിൻ ബ്ലാങ്ക്സ് ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കെൽവിൻ ബ്ലാങ്ക്സ് എന്തായിരുന്നു? ഹീറ്റ് എഞ്ചിനെ പറ്റി പറയും. ക്ലോഷ്യസോ എന്താണ്? റെഫ്രിജറേറ്റർ ഓർ ഹീറ്റ് പമ്പിനെ പറ്റി പറയും. ദെൻ തേർഡ് ലോ എന്താണ്? തേർഡ് ലോ റിലേറ്റഡ് ടു എൻട്രോപ്പി ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് ഏതാണ്? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എൻട്രോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നതാണ് തേർഡ് ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടെ ഓർത്തോണം കൺസർവേഷൻ ഓഫ് എനർജി, ഫസ്റ്റ് ലോ. ഓക്കെ, ക്ലിയർ അല്ലേ?
Then അടുത്ത തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. A series of operations which take place in a certain order and restore the initial condition at the end is known as. ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടി. എന്താണ്? തെർമോഡൈനാമിക് സൈക്കിൾ എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ അല്ലെ? അപ്പൊ അതിനു മുമ്പേ നമ്മൾ എന്താണ് ഒരു സൈക്കിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സൈക്കിൾ എന്താണ്? സൈക്കിൾ ഇവിടെ ഞാനിപ്പോ കണ്ടോ, ഇതൊരു പ്രോസസ് ആണെന്ന് വിചാരിച്ചു. അടുത്ത പ്രോസസ്സ്, അതിന്റെ അടുത്ത പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഞാൻ ഇവിടുന്ന് തുടങ്ങി 1 2 3 4. 1 തുടങ്ങി പ്രോസസ്സ് 2 to 3 ആയി, അടുത്ത പ്രോസസ്സ് 3 to 4 ആയി, 4 to 1 അല്ലെ? ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്താണ്? ഐഡന്റിക്കലാ. ഇങ്ങനെയുള്ള സാധനത്തിനെ പറയുന്ന പേരാണ് എന്തോന്ന്? തെർമോഡൈനാമിക് സൈക്കിൾ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് സൈക്കിൾ എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് എന്താണ്, പാത്ത് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കണ്ടോ, ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയണത് എന്റെ ഒരു വെറുതെ ഒരു സിമ്പിൾ ആയിട്ടൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതിനകത്ത് ഗ്യാസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനൊന്ന് ചൂടാക്കിയപ്പോ ഇനിഷ്യലി ഇരുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ എന്ത് ചെയ്തു, അതിന് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് അടുത്ത പോയിന്റിലേക്ക് വന്നു. ഇപ്പൊ ഇനിഷ്യലി ഉള്ള അവിടെ ഞാൻ പറയുകയാണ് അതിന് ഇത്ര വോളിയം ഉണ്ടായിരുന്നു, ഇത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, ഇത്ര പ്രഷർ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പറ്റി അല്ലെ? ആദ്യം ഇരുന്ന ഇത്. അപ്പൊ ആ പോയിന്റിനെ അങ്ങനെ വെച്ച് എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെ എന്തോന്ന് പറയാം? സ്റ്റേറ്റ് പോയിന്റ് അല്ലെ സ്റ്റേറ്റ് എന്ന് പറയാം. എന്താണ്? ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നു. ചൂടാക്കുന്നതിന് മുമ്പ് കണ്ടോ, ഇത്ര വോളിയം, ഇത്ര പ്രഷർ, ഇത്ര ടെമ്പറേച്ചർ. അപ്പൊ അത് സ്റ്റേറ്റ് പോയിന്റ് 1-ലായിരുന്നു. അവിടുന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? സ്റ്റേറ്റ് പോയിന്റ് 2-ലെത്തി. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം മനസ്സിലായല്ലോ. പർട്ടിക്കുലർ ആയിട്ട് ആ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാല്യൂസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതൊരു സ്റ്റേറ്റ് പോയിന്റ് ആണ് അല്ലെ? ചൂടാക്കി കുറെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? വേറൊരു സ്റ്റേറ്റ് പോയിന്റിൽ പോയി നിന്നു. ഇതിനിടയ്ക്ക് ചൂടാകുമ്പോഴെല്ലാം ഇതിനിടയ്ക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ സ്റ്റേറ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ സീരീസ് ഓഫ് സ്റ്റേറ്റ് പോയിന്റ് കണക്ട് ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ കണ്ട ഇങ്ങോട്ടാണ്, അതിനെ ഒരു പാത്ത് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് മനസ്സിലായി. എന്ത് ചെയ്തു? ഇങ്ങനെ കുറെ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ് പോയിന്റ്സ്, അതിനെ എന്തോന്ന് പറയുന്നു? പാത്ത് എന്ന് പറഞ്ഞു. ദെൻ പിന്നെന്താണ് നമുക്ക് നോക്കേണ്ടത്? പ്രോസസ് ആണ്. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ പ്രോസസ്സിനകത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഞാൻ ഇതൊരു സ്റ്റേറ്റ് പോയിന്റ് ആയിരുന്നു, ഇതൊരു സ്റ്റേറ്റ് പോയിന്റ് ആയിരുന്നു, ഇത് അടുത്ത സ്റ്റേറ്റ് പോയിന്റാ അല്ലെ? ഇതിനിടയ്ക്ക് കളക്ഷൻ ഓഫ് എന്തുകൊണ്ട്? സ്റ്റേറ്റ് പോയിന്റ്സ് ഉണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്തപ്പോ അതൊരു പാത്തായി. ആ പാത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തു. ഞാൻ പറയുകയാണ് ഈ പാത്താണ്. അതോടൊപ്പം തന്നെ ഇതെന്താണ്? ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അങ്ങനെ വന്നാൽ അതിനെ എന്തോന്ന് പറയാം? ഒരു പ്രോസസ് എന്ന് പറയാം. ദ പാത്ത് ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് അല്ലെ? അപ്പൊ അവിടെ എന്തായി? അതൊരു പ്രോസസ്സായി. അപ്പൊ ഇങ്ങനെ കുറെ പ്രോസസ്സുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ ഫൈനൽ സ്റ്റേറ്റും ഇനിഷ്യൽ സ്റ്റേറ്റും എന്തായി? ഐഡന്റിക്കൽ ആണെങ്കിൽ അതിനെ എന്തോന്ന് പറയാം? സൈക്കിൾ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? പ്രോസസ്സുകൾ, പല പ്രോസസ്സുകൾ ചേർന്ന് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വന്നു. അതിനെ എന്തോന്ന് പറയാം? സൈക്കിൾ എന്ന് പറയാം. ഇനി ഇതിനകത്തെ ഈ പ്രോസസ്സ് തന്നെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ, ഇങ്ങനെ ചൂടാക്കി അതിങ്ങനെ സ്റ്റേറ്റ് പോയിന്റ് മാറി 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 ഈ പോയിന്റിൽ കൂടെ വരിക. തിരിച്ച് ഞാൻ ഇതിനെ തണുപ്പിക്കുമെന്ന് വിചാരിച്ചോ? അതായത് റിവേഴ്സ് ചെയ്യാണ്. റിവേഴ്സ് ചെയ്ത ഈ പോയിന്റിൽ കൂടെ തന്നെ തിരിച്ച് ഈ പാത്തിൽ കൂടെ തന്നെ വന്നാൽ ഇതിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ സൈക്കിളിലെ എല്ലാ പ്രോസസ്സുകളും റിവേഴ്സിബിൾ ആണ് എങ്കിൽ അതിനെ എന്തോന്ന് പറയാം? റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയാം. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം റിവേഴ്സിബിൾ അല്ല എങ്കിൽ അതിന് എന്തോന്ന് പറയാം? ഇറിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിനകത്ത് എല്ലാ പോയിന്റും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസിനകത്ത് എല്ലാ പോയിന്റും കിട്ടിയോ? റിവേഴ്സിബിൾ സൈക്കിൾ എന്താണെന്ന് മനസ്സിലായി. സൈക്കിളിനകത്ത് എല്ലാ പ്രോസസ്സുകളും റിവേഴ്സിബിൾ ആണെങ്കിൽ റിവേഴ്സിബിൾ സൈക്കിൾ അല്ലെ? അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം റിവേഴ്സിബിൾ അല്ല എങ്കിൽ എന്താണ്? ഇറിവേഴ്സിബിൾ സൈക്കിൾ. ദെൻ തെർമോഡൈനാമിക് സൈക്കിൾ മനസ്സിലായി അല്ലെ? അപ്പൊ ഏതാണോ നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ.
ദെൻ അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് കംപ്രഷൻ, അല്ലെ? എയർ കംപ്രഷന്റെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെ? എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. എന്തുകൊണ്ടാണ് ഐസോതെർമൽ കംപ്രഷൻ മോസ്റ്റ് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ കാര്യം? നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. നമുക്കറിയാം വർക്ക് ഡൺ നോക്കിയിട്ടാണ് നമ്മൾ, വർക്ക് ഡൺ ഏറ്റവും കുറവാണെങ്കിൽ അവിടെ നമുക്ക് എന്തെന്ന് പറയാം, നമ്മൾ അങ്ങോട്ടാണ് വർക്ക് കൊടുക്കുന്നത്, അല്ലെ? കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? കംപ്രഷൻ, എയറിനെ കംപ്രസ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കുക. അപ്പൊ വർക്ക് കൊടുക്കുമ്പോൾ അത് മിനിമം ആണെങ്കിൽ അതായിരിക്കും എന്തോന്ന്? മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് കംപ്രഷൻ. അപ്പൊ ഇങ്ങനെ വർക്ക് പോളിട്രോപിക് പ്രോസസ് ഉണ്ട്, ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ട്, ഇങ്ങനെ പല പ്രോസസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കുറവ് വർക്ക് ഏരിയ അണ്ടർ PV ഡയഗ്രാം അല്ലെ ഏരിയ അണ്ടർ ഡയഗ്രാം ഏതാണ് ഏറ്റവും കുറവ്? ഐസോതെർമൽ പ്രോസസ്സിനാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കംപ്രസറിന്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർകൂളിംഗ് ഒക്കെ കൊടുക്കുന്നത്, അല്ലെ? ഐസോതെർമൽ കംപ്രഷൻ ആക്കാൻ. ഐസോതെർമൽ കംപ്രഷൻ ആക്കി എന്തുവാണ് നമ്മുടെ അഡ്വാൻറ്റേജ്? വർക്ക് ഇൻപുട്ട് കുറവായിരിക്കും, അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ, ഐസോതെർമൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡിഗ്രിന്ന് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 273.15 കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രിയോ 1 പ്ലസ് 273.15 എത്രയായി? 274.15. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, അല്ലെ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following device complies with the Clausius statement of the second law of thermodynamics? അപ്പൊ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറി വരേണ്ട കാര്യം, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവരുടെ എല്ലാം മനസ്സിൽ കയറി വരേണ്ട കാര്യം, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൺവേർഷൻ ഓഫ് എനർജി. അവിടെ എന്താണ്? നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡീൽ ചെയ്യുന്നത് ഹീറ്റ് എഞ്ചിനാണ്, അല്ലെ? ഒരു ഹീറ്റ് എഞ്ചിനും 100% ഹീറ്റിനെ 100% വർക്കാക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ രത്ന ചുരുക്കം. ദെൻ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഹീറ്റ് ഒരിക്കലും ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഒരു ലോവർ തെർമൽ റിസർവോയറിൽ നിന്ന് ഹയർ തെർമൽ റിസർവോയറിലോട്ട് പോകത്തില്ല. പോകണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് വേണം, അല്ലെ? അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും പറഞ്ഞു വരുമ്പോൾ തിരിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒന്നിനെ റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ രണ്ടും ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. കെൽവിൻ പ്ലാങ്ക് എന്താണ്? ഹീറ്റ് എഞ്ചിൻ ആണ് പറയുന്നത്. അതേപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? എയ്തർ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയുണ്ട്? ഒന്നാമത്തെ ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. എ അല്ല, ബി അല്ല, സി അല്ല, ഡി ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഹീറ്റ് പമ്പ് വന്നാലേ ഹീറ്റ് പമ്പ് നമുക്ക് കൊടുക്കാം, അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. കാർനോട്ട് സൈക്കിൾ, അല്ലെ? നമ്മൾ സാധാരണ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയൽ സൈക്കിൾ ആണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിള് നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? രണ്ട് ഐസോതെർമൽ പ്രോസസ്സും ഉണ്ട്, രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സും ഉണ്ടായിരിക്കണം, അല്ലെ? കാർനോട്ട് സൈക്കിൾ ഇവിടെ കാണിക്കുകയാണ്. രണ്ട് ഐസോതെർമൽ പ്രോസസ്സും രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സും. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, അല്ലെ? ഓക്കെ. അടുത്ത 17ാമത്തെ. ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ദ IC എഞ്ചിൻ. ഏത് പോർഷനിൽ നിന്നാണ്? ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിൻ. അപ്പൊ ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിനകത്ത് ഓപ്ഷൻസ് നോക്കിയേ. മെക്കാനിക്കൽ എഫിഷ്യൻസി. എന്തായിരുന്നു മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാലാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെക്കാനിക്കൽ എഫിഷ്യൻസി നമ്മൾ പഠിക്കുന്നതാണ്. BP/IP, അല്ലെ? പവർ ഔട്ട്പുട്ട് അറ്റ് ദ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ. അത് മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് അറ്റ് ദ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ. അതാണ് എന്ത്? മെക്കാനിക്കൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി എന്താണ്?
തെർമൽ എഫിഷ്യൻസി രണ്ട് രീതിയിൽ പറയാം. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ആണെങ്കിൽ BP ബൈ ഹീറ്റ് ഇൻപുട്ട്. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ആണെങ്കിൽ IP ബൈ ഹീറ്റ് ഇൻപുട്ട്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ഫ്യൂവൽ ഇൻടു കലോറിഫിക് വാല്യൂ. ദെൻ വോളിമെട്രിക് എഫിഷ്യൻസി. വോളിമെട്രിക് എഫിഷ്യൻസി നമുക്കറിയാം, എഞ്ചിൻ സിലിണ്ടറിന് തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട് അല്ലെ, സിലിണ്ടറിന്റെ വോളിയം. അത്രയും വോളിയം തന്നെ അതിനകത്ത് അഡ്മിറ്റ് ആവുമോ ചാർജ്? ഇല്ല. എന്തായാലും എന്താണ്, എഞ്ചിൻ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അത്രയും കയറത്തില്ല. അപ്പൊ എന്താണ്, ആക്ച്വൽ വോളിയം ബൈ തിയറട്ടിക്കൽ വോളിയം ആണ് എന്ത്? വോളിമെട്രിക് എഫിഷ്യൻസി. ദെൻ റിലേറ്റീവ് എഫിഷ്യൻസി, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി കിട്ടിയ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ എന്താണ്, എന്ത് എഫിഷ്യൻസി ആണ് വരേണ്ടത്? ആക്ച്വൽ എഫിഷ്യൻസി ബൈ എന്താണ്? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇനി നോക്കിയേ, എന്താ ചോദിച്ചേക്കുന്നേ? റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ബ്രേക്ക് പവർ? നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കിട്ടുന്ന പവറിനെയാണ്, മെക്കാനിക്കൽ പവറിനെയാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. സിലിണ്ടറിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവറിനെയാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഫ്യൂവൽ കത്തിച്ച് ഫ്യൂവൽ ബേൺ ചെയ്ത് സിലിണ്ടറിനകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ എനർജിയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തെർമൽ എനർജിയുടെ ടേംസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ BP ബൈ തെർമൽ എനർജി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായി? ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ആയി. ഇനി BP അല്ല IP ആണ് എടുക്കുന്നെങ്കിൽ IP ബൈ തെർമൽ ഇൻപുട്ട് എടുത്താലോ അത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ആയി. ദെൻ വോളിയത്തിന്റെ ഇതിലെടുത്താലോ ആക്ച്വൽ വോളിയം ബൈ തിയറട്ടിക്കൽ വോളിയം എന്തായി? വോളിമെട്രിക് എഫിഷ്യൻസി ആയി. ഇനി നമ്മുടെ യഥാർത്ഥ എഫിഷ്യൻസിയെ നമ്മൾ എന്തുകൊണ്ട് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ എന്തോന്ന് പറയാം? റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയാം. ക്ലിയർ ആണേ? ഓക്കെ. 18. മോസ് ടെസ്റ്റ് ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ. മോസ് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഓടി വരേണ്ട മൾട്ടി സിലിണ്ടർ എഞ്ചിനകത്ത് എന്ത് കണ്ടുപിടിക്കാനാണ്? ഓരോ സിലിണ്ടറിന്റെയും ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്തോന്ന്? മോസ് ടെസ്റ്റ്. ഇപ്പൊ ഇവിടെ 4 സിലിണ്ടർ ആണ് കാണിച്ചേക്കുന്നത്. ഞാൻ തൽക്കാലം 3 സിലിണ്ടർ എഞ്ചിനുള്ള ഒരു എഞ്ചിനാണ് എങ്കിൽ നമുക്കറിയാം അതിന്റെ എന്താണ്? BP ഞാൻ മൊത്തം സിലിണ്ടർ വർക്ക് ചെയ്യുമ്പോൾ എഴുതുവാണേ. ഇപ്പൊ 3ഓ 4ഓ സിലിണ്ടർ ഉള്ള ഇതാണ്. ടോട്ടൽ BP എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓരോ സിലിണ്ടറിന്റെ, ഇതിപ്പോ 3 സിലിണ്ടർ ഉള്ള എഞ്ചിനാണ് എഴുതുന്നെങ്കിൽ IP1 പ്ലസ് IP2 പ്ലസ് IP3, പിന്നെ മൊത്തം സിലിണ്ടറിന്റെ എന്തോന്ന്? ഫ്രിക്ഷണൽ പവർ. ഇതാണ് നമുക്കറിയാലോ ഫുൾ സിലിണ്ടർ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ എൻ്റെ ഒരു ടെസ്റ്റ് സെറ്റപ്പ് ഉണ്ട്, മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മോസ് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത്? മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, ആ സിലിണ്ടർ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, കറക്റ്റ് കണ്ടീഷനായി, എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി, ഞാൻ ലോഡ് ചെയ്തു. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോസ് ടെസ്റ്റിനകത്ത് ആദ്യം ചെയ്യുന്ന, ആദ്യം ഫുൾ സിലിണ്ടർ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ ലോഡ് ചെയ്തു. ഹാഫ് ലോഡിലോ ക്വാർട്ടർ ലോഡിലോ നമ്മൾ ലോഡ് ചെയ്തു. ഹാഫ് ഫുൾ ലോഡില്, സാധാരണ ഹാഫ് ഫുൾ ലോഡിലാണ് കൂടുതലും ചെയ്യുന്നത്, ക്വാർട്ടർ ലോഡിലും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്ത് എന്ത് ചെയ്തു? നമ്മൾ ഫുൾ സിലിണ്ടർ വർക്ക് ചെയ്തപ്പോൾ BP നമ്മൾ എടുത്തു, കാൽക്കുലേറ്റ് ചെയ്തു, ടോട്ടൽ സിലിണ്ടർ വർക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യുക. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് കട്ട് ചെയ്യുക, ഡീസൽ എഞ്ചിൻ ആണെങ്കിലോ അതിന്റെ ഫ്യൂവലിനെ കട്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്തു? ഒരു സിലിണ്ടർ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആ സിലിണ്ടറിനെയും കൂടെ പിടിച്ചുകൊണ്ട് കറക്കണ്ട പരിപാടി ബാക്കിയുള്ള പവറിനാണ് അല്ലെ, ഇപ്പൊ ഉള്ള പവറിനെ. അപ്പം എന്തായാലും എഞ്ചിന്റെ സ്പീഡ് കുറയാൻ പോകും. അപ്പൊ നമ്മൾ ലോഡിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. എന്തിനാണ്? ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അതിനെയും കൂടെ പിടിച്ചുകൊണ്ട് കറങ്ങുന്നു, അവിടുന്ന് പവർ ഇല്ല, ഇവിടെ നമ്മുടെ പവർ കുറയുകയും ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലോഡിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? സ്പീഡ് കറക്റ്റ് ആക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാ ഒന്നാമത്തെ സിലിണ്ടറിനെ കട്ട് ചെയ്താൽ ഞാൻ ഇവിടെ എഴുതുകയാണ് BP ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കട്ട് അല്ലെ. ഞാൻ എന്ത് ചെയ്തു? സ്പീഡ്
പഴയ അതായത് യഥാർത്ഥ സ്പീഡ് തന്നെ ആക്കി. എങ്ങനെയാ? ലോഡിനെ കുറച്ച്. അപ്പൊ എന്തായാലും ഫ്രിക്ഷണൽ പവർ പിന്നെയും കോൺസ്റ്റന്റ് ആയി തന്നെ. അപ്പൊ IP1 ഇല്ല അല്ലെ? കാര്യം എന്താ? അവിടുന്ന് പവർ ഡെവലപ്പ് ചെയ്യുന്നില്ല. IP3 ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് 1-2 കുറച്ച് എന്തോന്ന് കിട്ടും? BP ടോട്ടൽ മൈനസ് BP ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് അല്ലെ? BP വിത്ത് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് കിട്ടിക്കഴിയുമ്പോ എന്തോ കിട്ടി? ബാക്കി IP2 IP3 എല്ലാം ക്യാൻസൽ ആയി പോയി. FP എല്ലാം ക്യാൻസൽ ആയി പോയി. എന്തായി മാറി? BP ടോട്ടൽ മൈനസ് BP ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് എന്ത് കിട്ടി? IP1 അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇതേ സിലിണ്ടർ പിന്നെയും പഴയ പൊസിഷനിലാക്കി മൊത്തം റൺ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സിലിണ്ടറിന്റെ IP കിട്ടി. ഇനി മൂന്നാമത്തെ സിലിണ്ടറിന്റെ കട്ട് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ സിലിണ്ടറിന്റെ IP കിട്ടി. അങ്ങനെ എല്ലാ IPയും കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ IP കിട്ടി. ഫ്രിക്ഷണൽ പവർ നമ്മുടെ ബ്രേക്ക് പവർ ഓൾറെഡി ഉണ്ട്. അപ്പൊ BP/IP എടുത്താൽ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടി. ഇനി ഫ്രിക്ഷണൽ പവർ കണ്ടുപിടിക്കണമെങ്കിലോ IP ഓൾറെഡി ടോട്ടൽ ഉണ്ട്, BP ടോട്ടൽ ഉണ്ട്. IP ടോട്ടലിൽ നിന്ന് BP ടോട്ടൽ കുറച്ചാൽ എന്ത് കിട്ടി? ഫ്രിക്ഷണൽ പവർ കിട്ടി. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റിങ്ങിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റഡ് പവർ IP കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. 18ന്റെ 19ാമത്തെ ക്വസ്റ്റ്യൻ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. കോപ്പറിന്റെ പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ കൂടിയാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള മോളിക്യൂൾസ് അല്ലെ? അതായത് ആദ്യം നമ്മൾ അതിന് മുമ്പേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ്, ഒരു മെറ്റീരിയലിന്റെ കഴിവ് അല്ലെ? ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ട്രാൻസ്ഫർ ഹീറ്റ് ആണ് അല്ലെ? അതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പൊ എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ കോപ്പർ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ? ബിക്കോസ് എന്തുകൊണ്ടാണ്? അറ്റ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് വൈബ്രേഷൻ കൂടും അല്ലെ? നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് കണ്ടക്ഷൻ ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഫ്രീ ഇലക്ട്രോൺസും അതേപോലെ തന്നെ മോളിക്കുലാർ വൈബ്രേഷനും അല്ലെ അറ്റോമിക് വൈബ്രേഷൻ ഒക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ അറ്റോമിക് വൈബ്രേഷൻ കൂടും. കൂടി കഴിയുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറച്ച് ബാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പം അറ്റോമിക് വൈബ്രേഷൻ കൂടും. ആ അറ്റോമിക് വൈബ്രേഷൻ ദാറ്റ് ഹിൻഡർ ദ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതുകൊണ്ട് എന്ത് ചെയ്യും? തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോപ്പറിന്റെ ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ്? ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ബൈ വിച്ച് ഓഫ് ദ following modes of heat transfer heat is mainly transferred from an insulated pipe to the surrounding still air? ആ പേരിൽ തന്നെ ഉണ്ട് still air. പേരിൽ തന്നെ ഉണ്ട്. അതിന് മുമ്പേ നമുക്ക് ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡ് നോക്കാം. ജനറലി ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? 3 മോഡിലാണ് അല്ലെ? ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന. അപ്പൊ ഈ കണ്ടക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ഷൻ എന്തായിരിക്കും? എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത്? കണ്ടോ, ഈ പാത്രത്തിൽ നിന്ന് ചൂട് എന്ത് ചെയ്തു? ഇതാ ഇങ്ങനെ ഈ മെറ്റൽ പ്ലേറ്റ് വഴി അങ്ങോട്ട് പോവുക. എങ്ങനെയായിരിക്കും? കണ്ടക്ഷനകത്ത് മോഡെന്ന് പറഞ്ഞാൽ കണ്ടക്ഷനകത്ത് എന്തൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ പെർമിറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോ മെറ്റൽസിനകത്തും ഒക്കെ നമ്മൾ സാധാരണ സോളിഡ്സിനകത്താണ് കണ്ടക്ഷൻ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ കണ്ടക്ഷനകത്ത് എന്തായിരുന്നു ചെയ്യുന്നത്? ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൊണ്ടും മോളിക്കുലാർ വൈബ്രേഷൻ കൊണ്ടുമാണ് എന്തോന്ന്? കണ്ടക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ അല്ലേ? അപ്പൊ ദാ ഈ പാത്രത്തേന്ന് ഇങ്ങോട്ടൊക്കെ പോകുന്ന എന്താണ്? കണ്ടക്ഷൻ ആണ്. ഇനി കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്തുകൊണ്ട് ഹീറ്റ് സോഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്തുണ്ടാകണം? ഫ്ലൂയിഡും ഉണ്ടാകണം. ഇവിടെ നോക്കിയേ, ഈ പാത്രം ഞാൻ ചൂട് കൊടുക്കുന്നു. പാത്രത്തിൽ നിന്ന് ചൂട് എങ്ങോട്ടായി? വെള്ളത്തിലോട്ട് പോകുന്നത്, ഒരു ലിക്വിഡിലോട്ടാ പോകുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ പാത്രത്തിൽ നിന്ന് ചൂട് ആ ലിക്വിഡിലോട്ട് ആദ്യം വന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയും, അത് മേളോട്ട് പോകും.
ഇനി തണുത്ത ഭാഗം താഴോട്ട് വരും, അതും ചൂടാകും, പിന്നെയും മേലോട്ട് പോകും, അതിന് മേളിലുള്ള തണുത്ത ഭാഗം താഴോട്ട് വരും. ഇങ്ങനെയുള്ള മോഷനും കൂടെ അതിനകത്ത് വരും, മിക്സിംഗ് എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ എന്താണ്, അവിടെ കണ്ടക്ഷനോടൊപ്പം തന്നെ എന്തോ നമ്മുടെ ലിക്വിഡ് അല്ലെ, അതായത് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഉണ്ട്, അവിടെ ഒരു ലിക്വിഡിന്റെ പ്രസൻസ് കൂടെ വരും അല്ലെ. ആ ലിക്വിഡ് എന്ത് ചെയ്യും, ആദ്യം ചൂട് പിടിക്കും, അതിന്റെ ഡെൻസിറ്റി കൂടും, ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കുറഞ്ഞിട്ട് അത് മേലോട്ട് പൊങ്ങി വരും, അതിന്റെ മേളിലുള്ള ഡെൻസിറ്റി കൂടുതലുള്ള ഫ്ലൂയിഡ് അതിന്റെ താഴോട്ട് വരും, അതും ചൂട് പിടിക്കും. അങ്ങനെ അതിനകത്തൊരു ബോയിൻ ഫോഴ്സ് ഒക്കെ ഡെവലപ്പ് ആയി അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? നമ്മള് വെള്ളം തിളപ്പിക്കുമ്പോൾ ഉള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയത്, പാത്രത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ചൂട് പിടിക്കും, താഴെയുള്ള വെള്ളം ചൂടായി മേലോട്ട് പൊങ്ങി വരും, അതിന് മേളിലുള്ള വെള്ളം താഴോട്ട്, അങ്ങനെ ആയിരിക്കും എന്തോന്ന് വരുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ അവിടെയും നമ്മുടെ ഇതിന്റെ മോഷൻ, ഫ്ലൂയിഡിന്റെ മോഷൻ നാച്ചുറലി ആണ് നടക്കുന്നതെങ്കിൽ, ബോയിൻ ഫോഴ്സ് അങ്ങനെ ബോയൻസി വഴിയാണ് അങ്ങനെ നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര്, നാച്ചുറലി ആണ് നടക്കുന്നതെങ്കിൽ അതിനെ പറയും നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ കൺവെക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്കറിയാം, നമുക്ക് ചൂട് വരുമ്പോൾ നമ്മൾ ഫാൻ ഇടും അല്ലെ. എന്തോ ചെയ്യുന്നത്, നമ്മൾ എന്തോ ചെയ്യുന്നത്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് അല്ലെ. ഫ്ലൂയിഡിനെ നല്ല ഫോഴ്സില എന്ത് ചെയ്യാണ്, ഹിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൺവെക്ഷനെ പറയും ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അല്ലാതെ നമ്മൾ പാത്രത്തിൽ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അത് നാച്ചുറൽ കൺവെക്ഷൻ ആണ് അല്ലെ. ഇപ്പൊ നാച്ചുറൽ കൺവെക്ഷനും ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷനും ഉണ്ട്. ഇനി അടുത്ത ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, റേഡിയേഷൻ. കണ്ടോ, ഇവിടെ ഞാനിങ്ങനെ ഹീറ്റ് സോഴ്സ് വെച്ചേക്കും, അവിടുന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടക്ഷൻ എന്താണ്, കൺവെക്ഷൻ എന്താണ്, റേഡിയേഷൻ എന്താണ്. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് വന്നാലോ, നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, എന്താണ്, ഒരു ഇൻസുലേറ്റഡ് പൈപ്പ് സറൗണ്ടിങ് സ്റ്റിൽ എയർ അവിടെ അനങ്ങാതെ നിൽക്കുക. അപ്പൊ അവിടുന്ന് തന്നെ ഒരു ഫ്ലൂയിഡിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. ഏതാണ്, കൺവെക്ഷൻ ആണ്. എന്ത് കൺവെക്ഷൻ ആണ്, നാച്ചുറൽ കൺവെക്ഷൻ ആണ്. നാച്ചുറൽ കൺവെക്ഷൻ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ പാർട്ട് 1 ആണ് ഇപ്പൊ നടന്നത്. നമ്മൾ മെക്കാനിക്കലിൽ 40 ചോദ്യങ്ങളുണ്ട്. 40 ചോദ്യങ്ങളാകുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അത് കാരണം 20 ചോദ്യം വെച്ച് നിർത്തുകയാണ്. അടുത്ത പാർട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഈ കോഴ്സിന് അല്ലെങ്കിൽ AMV എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളൊരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്തായാലും ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു ലോങ് ടൈം ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ മാസം വരെയുള്ള ഈ ഓഫർ 7000. അതോടൊപ്പം തന്നെ ഈ മാസം മന്ത് എൻഡ് ഓഫർ ഉണ്ട് ഒരു 30%. അപ്പൊ എല്ലാം കൂടെ നിങ്ങൾക്ക് 4900 രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കേരളത്തിൽ ഒരിടത്തും ഇത്രയും മികച്ച ക്ലാസ് കിട്ടത്തില്ല. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളാണ്. കഴിഞ്ഞ പ്രാവശ്യം 200-ലധികം വിജയികൾ നമുക്കുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ തന്നെ. അപ്പോൾ നമ്മുടെ ക്ലാസ് അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, ലോങ് ടൈം ബാച്ച് ആണ്. പരീക്ഷാ തീയതി വരെ നമ്മൾ ക്ലാസ് തരും. ഫുൾ സിലബസിലെ ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും. പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് ക്ലിയറൻസ്, മെന്റർഷിപ്പും എല്ലാം ഉണ്ടായിരിക്കും. കോഴ്സ് മെന്റർ ചെയ്യുന്ന ഞാനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിന് 200-ലധികം വിജയികളായിരുന്നു. അന്ന് ഞാനാണ് മെന്റർ ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം അതിലേറെ വിജയികളെ നമുക്ക് സൃഷ്ടിക്കാം. നമുക്ക് റാങ്ക് ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികളും നമ്മളുടെ തന്നെ ആവും ഈ പ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 1/3 റാങ്കിൽ, മെയിൻ ലിസ്റ്റിലെ 1/3 നമ്മുടെ കുട്ടികളാണ്. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ മെജോറിറ്റിയും നമ്മുടെ കുട്ടികളായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല റാങ്ക് കിട്ടാനും നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടാനുമായിട്ട് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടെക് PSC. അപ്പോൾ നമ്മുടെ അധ്യാപകരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ചെയ്തതാണ്. അതൊക്കെ നിങ്ങളൊന്ന് കാണുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അത് മാത്രമല്ല നിങ്ങളുടെ പ്രീവിയസ് റിസൾട്ട് നോക്കുക. നമ്മുടെ ഫാക്കൽറ്റിയുടെയും മെന്ററിന്റെയും ഒക്കെ ക്വാളിഫിക്കേഷൻസ് നോക്കുക. അപ്പോൾ എൻ്റെ ഇതാണെങ്കിൽ ഞാൻ മെന്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ തന്നെ 30ഓളം കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ബെനിഫിഷ്യൽ ആണ്. നിങ്ങൾക്ക് ഒരു എഫോർട്ടും എടുക്കാതെ വെറുതെ പഠിക്കുക മാത്രം ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതുവരെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ച ഓഫറിൽ ജോയിൻ ചെയ്യുക. അടുത്ത മാസം എന്തായാലും ഇതിന്റെ
കോഴ്സ് ഫീ കൂടും, 10,000 ആകും, അതിന്റെ അടുത്ത മാസം 15,000 ആകും. നമ്മൾ 20,000 വെച്ചാൽ പോലും ആൾക്കാർ വാങ്ങിക്കാനുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്കായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ടെക് പി എസ് സിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ. പിന്നെ